പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 18, 19 അധ്യായങ്ങൾ. 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്ക 18, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. ക്രിസ്തു ശിഷ്യർ മനുഷ്യപുത്രന്റെ വരവ് വരെ ഭഗ്നാശരാകാതെ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഈ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ പറഞ്ഞത്. 17-ാം അധ്യായം 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചുള്ള പ്രബോധനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് 18, 1 മുതൽ 8 വരെയുള്ള ഈ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ പറയുന്നത്. മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചുള്ള പ്രതീക്ഷയോടെ സ്വർഗഭാഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കണം എന്നതാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം തന്റെ നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. തന്റെ തിരുഹിതം പൂർത്തിയാക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിധവകൾക്ക് നീതി നടപ്പാക്കി കൊടുക്കുന്നത് ദൈവരാജ്യ പ്രവേശനത്തിന് സഹായിക്കുന്ന വലിയൊരു പുണ്യമാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുകയില്ല, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും. കർത്താവ് ചോദിക്കുന്നു, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസ സ്ഥിരതയോടുകൂടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയിൽ സ്ഥിരത വേണം, വിശ്വാസത്തിന്റെ ഉറപ്പും വേണം. വിശ്വാസത്തിന്റെ ഉറപ്പോടെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടുകൂടെ കാത്തിരിക്കാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചുള്ള പ്രതീക്ഷയോടെ സ്വർഗീയ ഭാഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസപൂർവം പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ദൈവം തീർച്ചയായും നമുക്ക് നീതി നടത്തിത്തരും. ഇത് നമുക്ക് ആവേശം പകരുന്ന ഒരു കാര്യമായി മാറും. മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചുള്ള പ്രതീക്ഷയില് സ്വർഗീയ ഭാഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഉണർന്നിരുന്ന് സ്ഥിരതയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് ഒരാവേശമായി നമ്മൾ കരുതണം. 18, 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 18, 1 മുതൽ 14 വരെയുമുള്ള വാക്യങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. പരിചയനെയും ചുങ്കക്കാരനെയും കുറിച്ചുള്ള ഉപമയാണ് 18, 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന പരിചയരെയും നിയമജ്ഞരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്. അവിടെ ഒരു ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ പരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും. പരിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും
വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരൻ ഇതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ദൈവത്തെ സമീപിക്കുന്നതെന്ന് നോക്കിയേ. ആ ചുങ്കക്കാരൻ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് ശിരസുയർത്തി നോക്കാൻ അവൻ യോഗ്യനല്ല എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ഇല്ലായ്മ, ബലഹീനത, പാപാവസ്ഥ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാന്റെ കരുണയിൽ ആശ്രയിക്കുകയാണ്. വിനയപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് കർത്താവിന്റെ കരുണയോട് നിലവിളിച്ചപേക്ഷിക്കുകയാണ്. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അതെ, ദൈവസന്നിധിയിൽ സ്വയം നീതീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന മനോഭാവത്തോടെ ദൈവത്തെ സമീപിച്ചുകൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ വിനയാന്വിതരായി സ്വന്തം തെറ്റുകൾ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ തുറന്നു വെച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് നീതീകരിക്കപ്പെട്ടവനായി അവൻ തിരിച്ചുപോയി. ദൈവം അവനോട് കരുണ കാട്ടി. കർത്താവ് ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. സുവിശേഷങ്ങളിൽ പല പ്രാവശ്യം കർത്താവ് തന്റെ ശിഷ്യരെ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണിത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 18:1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കണ്ട നീതി രഹിതനായ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ, ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ, ഈ 2 ഉപമകളും ദൈവരാജ്യത്തിന് നമുക്ക് എങ്ങനെ അവകാശികളായി തീരാം, സ്വർഗീയ ഭാഗ്യത്തിന് എങ്ങനെ അവകാശികളായി തീരാം, അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിൽ എങ്ങനെ സമ്മാനാർഹരാകാം എന്നതാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, ആ വിധവയെ പോലെ ഭഗ്നാർത്ഥരാകാതെ വിശ്വാസപൂർവം പ്രത്യാശയോടുകൂടെ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. രണ്ടാമതായിട്ട്, ദൈവരാജ്യം സംജാതമാകുന്നത് കാണുകയും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെങ്കിൽ ഫരിസേയന്റെ മനോഭാവത്തോടെ ദൈവത്തെ സമീപിക്കരുത്, ചുങ്കക്കാരന്റെ മനോഭാവത്തോടുകൂടെ ദൈവത്തെ സമീപിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകമാകണമെങ്കിൽ വിശ്വാസം വേണം, സ്ഥിരത വേണം, ചുങ്കക്കാരന്റെ മനോഭാവം വേണം. നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ഫരിസേയ മനോഭാവം ഉപേക്ഷിക്കാം. ഇപ്രകാരം മുന്നേറുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്. ലൂക്ക് 18:15 മുതലുള്ള വാക്യങ്ങളിൽ യേശു ശിശുക്കളെ ആശീർവദിക്കുന്ന സംഭവമാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന ഫലദായകമാകണമെങ്കിൽ, ദൈവരാജ്യം വരുന്നത് നമുക്ക് ദർശിക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ ശിശുക്കളുടെ മനോഭാവത്തോടെ സമീപിക്കണമെന്ന വലിയ സന്ദേശം ഇവിടെ നൽകുന്നു. ശിശു തുല്യരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. യേശുവിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ കുഞ്ഞുങ്ങളെ യേശുവിന്റെ പക്കലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. യേശു പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുക, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ശിശുവിന്റെ മനോഭാവത്തോടെ ദൈവരാജ്യം സ്വീകരിക്കണം എന്ന് വെച്ചാൽ അർത്ഥം ദൈവാശ്രയത്തോടെ വിനയാന്വിതരായി സ്വന്തം നന്മയിലോ മിടുക്കിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാനത്തെ അമൂല്യമായി കരുതിക്കൊണ്ട് ദൈവരാജ്യം സ്വീകരിക്കണം. ദൈവരാജ്യത്തെ വിലമതിക്കണം, അമൂല്യമായി കരുതണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക, സ്വർഗീയ ഭാഗ്യം കരസ്ഥമാക്കാൻ സാധിക്കുക. തുടർന്ന് യേശു
ധനികനായ ഒരു മനുഷ്യന്റെ ഉപമ പറയുന്നു. ധനികനായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്ന് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഇവയെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ യേശു അവനെ ഉറ്റു നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. സമ്പത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാൽ സമ്പത്തിൽ ആശ്രയം വെക്കാതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്താൻ സാധിക്കും. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ, ദരിദ്രരുമായി പങ്കുവെക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് എന്നാണ് യേശു പറഞ്ഞത്. ജെറുസലേമിലെ സൂചിക്കുഴ എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ ഒട്ടകത്തിന് കഴിയുകയില്ല. സമ്പത്തിൽ ആശ്രയം വെക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഇത് സാധിക്കും. കർത്താവിനെ കേട്ടുകൊണ്ട് നിന്നവര് യേശു ഈ പറയുന്നത് കേട്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആർക്ക് കഴിയും രക്ഷ പ്രാപിക്കാൻ? യേശു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. സമ്പത്തിൽ ആശ്രയം വെക്കാതിരുന്നാൽ പോരാ, ദൈവത്തിൽ ആശ്രയം വെക്കുകയും വേണം. 18:1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കണം. പരിസയ മനോഭാവത്തോടെ ദൈവത്തെ സമീപിക്കരുത്, ചുങ്കക്കാരന്റെ മനോഭാവത്തോടെ ദൈവത്തെ സമീപിക്കണം. ശിശുക്കളുടെ മനോഭാവത്തോടെ ദൈവരാജ്യത്തെ അമൂല്യമായി കരുതി ദൈവരാജ്യം സ്വീകരിക്കണം. ദൈവാശ്രയത്തോടെ വിനയാന്വിതരായി ദൈവരാജ്യം സ്വീകരിക്കണം. സമ്പത്തിൽ ആശ്രയം വെക്കരുത്, ദൈവത്തിൽ ആശ്രയം വെക്കണം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ധനവാനോട് യേശു പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളിതാ എല്ലാം, ഞങ്ങൾക്ക് സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ നിന്റെ പിന്നാലെ വന്നിരിക്കുന്നത്. അപ്പോൾ യേശു അവരുടെ അന്തർഗതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് ധനികൻ യേശുവിനെ സമീപിച്ചത്. അപ്പോൾ യേശുവിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ, അവിടുത്തെ പ്രബോധനങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവസാനം പറഞ്ഞു. കർത്താവിനെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയും നമുക്കുള്ളതും നമ്മെ തന്നെയും പരിപൂർണമായി ത്യജിക്കാൻ മനസ്സായാൽ 100 ഇരട്ടിയായി അത് തിരികെ ലഭിക്കും. മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവൻ. 31 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള 3-ാം പ്രവചനമാണ് പറയുന്നത്. അത് മറ്റു സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. വഴിയരികിലിരുന്ന അന്ധൻ നസറായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു. ശിഷ്യന്മാർ അവനെ തടഞ്ഞെങ്കിലും അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യേശു നിന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനെ വിളിക്കാൻ. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. യേശുവിന്റെ മരണോത്ഥാനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വർഗഭാഗ്യം പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ കണ്ണുകളാൽ കർത്താവിനെ ദർശിക്കാൻ കഴിയണം. ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. അന്ധരായവർക്ക് ദൈവരാജ്യം ദർശിക്കാൻ പറ്റില്ല. യേശുവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തെ കുറിച്ച്, മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് 17-ാം അധ്യായം 20 മുതൽ പറഞ്ഞു വന്നതിന്റെ
വിശദീകരണമായിട്ടാണ് 18-ാം അധ്യായത്തിലെ വിശദീകരണങ്ങളെല്ലാം വരുന്നത്. ന്യായാധിപന്റെയും വിധവയുടെയും ഉദാഹരണം പറയുന്നതും ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ പറയുന്നതും അനുദിന ജീവിതത്തിൽ വിശ്വാസപൂർവ്വം മുന്നേറാൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കാൻ, സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയം വെക്കാൻ, ഫരിസേയ മനോഭാവം വെടിഞ്ഞ് ആ ചുങ്കക്കാരന്റെ മനോഭാവം എടുക്കാൻ, ശിശുക്കളുടെ മനോഭാവത്തോടെ അമൂല്യമായി ദൈവരാജ്യത്തെ സ്വീകരിക്കുവാൻ, സ്വർഗീയ രഹസ്യങ്ങൾ തൽക്ഷണം ഗ്രഹിക്കാൻ തക്കവിധം നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടും എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. 19-ാം അധ്യായത്തിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ മറ്റു സുവിശേഷങ്ങളിൽ പറയാതുള്ളൂ. സക്കേവൂസിന്റെ ഭവനത്തിൽ യേശു പ്രവേശിക്കുന്ന സംഭവം. 19:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. പക്ഷേ യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുക മാത്രമല്ല, പരിശ്രമിക്കുകയാണ്. യേശു അവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ അത് കേട്ട് തിടുക്കത്തിൽ ഇറങ്ങി വന്നു. പക്ഷെ പ്രിയമുള്ളവരെ, അവൻ മരത്തിന് മുകളിൽ ഇരുന്ന് യേശുവിനെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനേ ആഗ്രഹിച്ചുള്ളൂ. അവന്റെ പ്രതീക്ഷയ്ക്കുപരിയായി യേശു ആ മരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നിട്ട് മുകളിലേക്ക് നോക്കുകയാണ്. നോക്കുക, സക്കേവൂസിന്റെയും യേശുവിന്റെയും ആ കണ്ടുമുട്ടലിന്റെ അനുഭവം. സക്കേവൂസിന് എന്തൊരു ആത്മനിർവൃതിയായിരിക്കും. യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ സക്കേവൂസ് ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്നുകൊണ്ട് അവനെ നോക്കുകയാണ്. ആ കണ്ടുമുട്ടലിന്റെ അനുഭവം സക്കേവൂസിൽ ഉളവാക്കിയ അനുഭൂതി എത്ര വലുതായിരിക്കും. അവന്റെ പ്രതീക്ഷയ്ക്കെല്ലാം അതീതമായി കർത്താവ് അവനെ നോക്കുക മാത്രമല്ല, കർത്താവ് സക്കേവൂസിനോട് പറയുക, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കണം. പ്രിയമുള്ളവരെ, ഒരു നോക്ക് കാണാനേ സക്കേവൂസ് ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ കർത്താവ് പറയാണ്, എനിക്ക് നിന്റെ ഭവനത്തിൽ വസിക്കണമെന്ന്. സക്കേവൂസ് ആനന്ദത്തോടെ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു, തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കണ്ടവരെല്ലാം പിറുപിറുത്തു, ഈ പാപിയുടെ ഭവനത്തിൽ ഇവൻ അതിഥിയായി പോവുകയാണ്. സക്കേവൂസ് അതൊന്നും ഗൗനിച്ചില്ല. യേശുവിന്റെ സാമീപ്യം അവന് പകർന്ന ആനന്ദത്തിൽ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് അവൻ ഗൗനിച്ചേയില്ല. അവൻ സന്തോഷത്തോടെ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് കർത്താവിനെ സ്വീകരിച്ചു. യേശു അവന്റെ ഭവനത്തിൽ പ്രവേശിച്ചതേ ഉള്ളൂ. സക്കേവൂസിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. സക്കേവൂസ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ആ സക്കേവൂസിന്റെ അനുഭവം എത്ര അവർണ്ണനീയമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്ത ധനികനും ചുങ്കക്കാരനും, പക്ഷേ അവന് പോലും ദൈവരാജ്യ പ്രവേശനം ലഭിക്കുമെന്നതിന്റെ ഉറപ്പ്. യേശു അവന്റെ ഭവനത്തിൽ പോയി താമസിച്ചു. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു വലിയ സന്ദേശം. വരാനിരിക്കുന്ന ദൈവരാജ്യത്തെ നോക്കി പാർത്ത് ജീവിച്ചാൽ മാത്രം പോരാ. പിന്നെയോ ഇവിടെ വെച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ഇവിടെ വെച്ച് യേശുവിനെ സ്വീകരിക്കണം. സ്വന്തം അന്തരംഗത്തിൽ കർത്താവിനെ സ്വീകരിച്ച് അനുഭവിക്കണം. പ്രിയമുള്ളവരെ, യേശുവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവര് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വെച്ചവനെ അനുഭവിക്കാത്തവർക്ക് നോക്കി പാർത്തിരുന്ന് സ്വന്തമാക്കാമെന്ന് വിചാരിക്കണ്ട. ഇഹത്തിൽ വെച്ചവനെ അനുഭവിക്കണം. അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കണം. സക്കേവൂസ് ചെയ്തതുപോലെ ആഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ 100 ഇരട്ടി നമുക്ക് ദൈവം നൽകും.
സ്വർഗീയ ഭാഗ്യം നമ്മുടെ അന്തരംഗത്തിൽ അനുഭവിക്കാം. ഈ ലോക ജീവിതത്തിൽ മറ്റൊന്നിനും തരാൻ സാധിക്കാത്ത വലിയ ആനന്ദമാണ് നമ്മുടെ അന്തരംഗത്തിൽ വസിക്കുന്ന തമ്പുരാനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവനോടൊത്ത് വസിക്കാൻ. ഹൃദയ കവാടം അവനായി തുറന്നു കൊടുക്കണം. അവൻ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കും. തുറന്നു കൊടുക്കുമ്പോൾ അകത്ത് വന്ന് വിരുന്നിനിരിക്കുക മാത്രമല്ല, അവൻ നമ്മളെ വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഹൃദയം എനിക്ക് തരുക, മനുഷ്യ ഹൃദയങ്ങളാകുന്ന ഭവനങ്ങൾ എനിക്കായി ഒരുക്കുക എന്ന് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നില്ലേ? 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 10 നാണയത്തിന്റെ ഉപമ. അവിടുത്തെ പൗരന്മാർ അല്ലെങ്കിൽ ഭൃത്യന്മാർ ഈ യജമാനനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ലൂക്ക എടുത്തു പറയുന്നു. 19-ാം അധ്യായം 14-ാം വാക്യം, അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനം അധികാരികളുടെ അടുക്കൽ എത്തിച്ചു. പക്ഷേ ഇവൻ രാജപദവി സ്വീകരിച്ചു തിരികെ വന്നപ്പോൾ കണക്ക് ചോദിച്ചു. ഏൽപ്പിച്ച നാണയത്തിന്റെ കണക്ക്. ഒന്നാമൻ 10 നാണയം കൊടുത്തിട്ട് പറഞ്ഞ 10 കൂടെ നേടിയ. രണ്ടാമൻ പറയുന്നു ഞാൻ 5 കൂടെ നേടി. മൂന്നാമൻ തുണിയിൽ പൊതിഞ്ഞുകൂട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു, എടുത്തു കൊടുത്തു. മൂന്നാമൻ പറഞ്ഞത് എനിക്ക് നിന്നെ ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടനായ ഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എന്റെ പണം ഏൽപ്പിച്ചില്ല? ഞാൻ വന്ന് പലിശ സഹിതം വാങ്ങിക്കുമായിരുന്നല്ലോ. അവൻ പറഞ്ഞു, ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട് പറഞ്ഞു, യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ. യജമാനൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ. 27-ാം വാക്യം. ഈ 27-ാം വാക്യവും മാത്യുവിന്റെ സുവിശേഷത്തിൽ ഇല്ല. യേശുവിന്റെ രാജ്യത്വം അംഗീകരിക്കാത്ത, അവനിൽ വിശ്വാസം അർപ്പിക്കാത്ത യഹൂദ പ്രമാണികള്, ഫരിസേയര്, നിയമജ്ഞര്, അവർക്ക് വരുന്ന അന്ത്യം ഇതാണ്. യുഗാന്ത്യോന്മുഖമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. 28 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം കാണുന്നു. ഞാൻ അത് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ കുറിച്ചുള്ള വിവരണത്തിൽ ഒരു പ്രത്യേക വ്യത്യാസം കാണുന്നു. അതായത് യേശു ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ശിഷ്യഗണവും ജനങ്ങളും എല്ലാം അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തില് ഉണ്ടായിരുന്ന ചിലര് യേശുവിനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക, മിണ്ടാതിരിക്കാൻ പറയാൻ. അപ്പോൾ കർത്താവ് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇത് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. യേശു തുടർന്ന് ജെറുസലേമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് 42 മുതലുള്ള വാക്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട വ്യത്യാസം കൂടെ കാണും. അവിടുന്ന് ജെറുസലേമിനെ കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ അവസാന നിമിഷത്തിലെങ്കിലും സമാധാനത്തിനുള്ള മാർഗങ്ങൾ അവരറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കർത്താവ് ആഗ്രഹിച്ചു പോവുകയാണ്. 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട് നമ്മൾ മാനസാന്തരത്തിനുള്ള അവസരം ഓരോന്നോരോന്നായി നൽകിക്കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും കർത്താവ് പ്രതീക്ഷിക്കുന്നു അവര് അനുതപിച്ചു വരണമെന്ന്. ഇപ്പോൾ അവസാനം പറയാണ്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അവരറിയില്ല എന്ന് കർത്താവിന് അറിയാം. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയും, എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. അപ്രകാരം നശിപ്പിക്കപ്പെടും. അത് ജെറുസലേമിന്റെ നാശത്തെ കുറിച്ച് മറ്റു സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അതിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു വാചകം ശ്രദ്ധിച്ചേ, നിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം നീ തകർക്കപ്പെടും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഏതാ ഈ സന്ദർശന ദിനം? ലൂക്കായുടെ സുവിശേഷം ആരംഭം മുതൽ നമ്മൾ കാണുന്നു. സക്കറിയായുടെ പ്രവചന ഗീതത്തിലും കണ്ടു. കർത്താവ് നമ്മെ സന്ദർശിക്കുന്ന അവിടുത്തെ സന്ദർശന ദിനത്തെ കുറിച്ച്, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുന്ന ദിനത്തെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച്. ആ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഇനി വരാനിരിക്കുന്ന ആ പൂർത്തീകരണത്തിന്റെ ദിനം നിനക്ക് കാണാൻ സാധിക്കില്ല. കാരണം നിനക്ക് സമാധാനത്തിനുള്ള മാർഗം ഒരുക്കി തന്നിട്ട് നീ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. അതാണ് കാരണം. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനവും ജെറുസലേമിനെ കുറിച്ചുള്ള കർത്താവിന്റെ വിലാപവും ഇത് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ് ഇവിടെ. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. അതേ തുടർന്നാണ് ജെറുസലേമിന്റെ വിനാശത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്, ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നത്. അത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നതാണ്. ഒന്ന്, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നതും. രണ്ട്, നിന്റെ സന്ദർശനത്തിന്റെ ദിനം നീ അറിഞ്ഞില്ല, അതുകൊണ്ട് നീയും നിന്റെ മക്കളും നശിപ്പിക്കപ്പെടും എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു ഭാഗം കൂടെ കാണുന്നു. പക്ഷെ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ച് ലൂക്ക പറയുമ്പോൾ വെറും 2 വാചകത്തിൽ ഒതുക്കുന്നു. 45-46 വാക്യങ്ങളിൽ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി എന്നൊരു വാചകം. തുടർന്ന് അവൻ അവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. തുടർന്ന് അതിന്റെ കൺക്ലൂഷനായിട്ട് 47-48 വാക്യങ്ങളിൽ 2 വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ജെറുസലേമിലേക്ക് കർത്താവ് പ്രവേശിച്ചതിന് ശേഷം ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. സാധാരണ ജനം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. നിയമജ്ഞരും ഫരിസേയരും പുരോഹിത പ്രമുഖന്മാരും ഒക്കെ അവനെ നശിപ്പിക്കാനുള്ള മാർഗം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ ജനം അനേകരവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ 18-19 അധ്യായങ്ങളിൽ നൽകിയ മാർഗനിർദ്ദേശങ്ങളെ, കർത്താവ് നൽകിയ ദിവ്യ പ്രബോധനങ്ങളെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് ധ്യാനിക്കണം. അങ്ങനെ സ്വന്തം ഹൃദയമാകുന്ന ഭവനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നമ്മുടെ അന്തരാത്മാവിനുള്ളിൽ തമ്പുരാൻ വസിക്കുമ്പോൾ നമ്മുടെ അന്തരംഗത്തിനുള്ളിലെ ദൈവം തമ്പുരാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ അവിടത്തേക്ക് വാസസ്ഥലം ഒരുക്കാം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് വാസസ്ഥലം ഒരുക്കുക മാത്രമല്ല, അനേകരുടെ ഹൃദയങ്ങളിൽ കർത്താവിന് ഭവനം ഒരുക്കിക്കൊണ്ട് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ.